ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഇത് നമ്മുടെ പൈത്തൻ്റെ രണ്ടാമത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പൈത്തൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഏതെല്ലാം ഏരിയയിലാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, ആരാണ് പൈത്തൺ ഇൻവെൻറ്റ് ചെയ്തത്, എന്നാണ് ഫസ്റ്റ് റിലീസ് വന്നത്, ഈ വക ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പൈത്തൺ പ്രോഗ്രാം എങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാം, ഏതെല്ലാം മെത്തേഡിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ബേസിക് കൺസ്ട്രക്ട് എന്തൊക്കെയാണെന്ന് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ പൈത്തൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. യൂസറിന് അറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് പൈത്തൺ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാരണം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ആൻ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇൻ്റർപ്രറ്റർ എന്താണ്, കമ്പൈലർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൈത്തണിനകത്തൊരു ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ് ഓരോ ലൈൻ ബൈ ലൈൻ കമ്പൈലേഷൻ ആണ് ആക്ച്വലി നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം. ഇനി നിങ്ങൾക്ക് പൈത്തൺ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കമാൻഡ് ലൈൻ മോഡിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം, സ്ക്രിപ്റ്റ് മോഡിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലായിട്ടൊന്ന് കാണിച്ചു തരാം. നമുക്കിനി പൈത്തൺ ഒരു കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെ റൺ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഐഡിയിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ റൺ ചെയ്യാന്നുള്ളതാണ്. ഐഡിയിൽ എന്നുള്ളത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കയറി വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്നത് ഇതുപോലെ ട്രിപ്പിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കാണാം. ഇതാണ് പൈത്തൻ്റെ പ്രോംപ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ഹലോ വേൾഡ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇവിടെ തന്നെ കാണാൻ പറ്റും. അല്ലെങ്കിൽ പ്രിൻറ്റ് 1+1 2 എന്നുള്ള ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റും. അല്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻട്രാക്റ്റീവ് മോഡ്. അതായത് പൈത്തൻ്റെ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെർമിനൽ മോഡിൽ നിങ്ങൾക്ക് പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട് സ്ക്രിപ്റ്റ് മോഡ്. സ്ക്രിപ്റ്റ് മോഡിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഫയലിനകത്ത് നിങ്ങളൊരു പുതിയൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫയലിനകത്ത് പോയിട്ട് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ പ്രോഗ്രാം സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പ്രിൻറ്റ് ഹലോ. ഇപ്പോൾ ഹലോ എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്തു. അതുപോലെ നിങ്ങൾക്കൊരു ഹായ് എന്നുള്ളൊരു മെസ്സേജ് കൂടി പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ലൈൻ ആക്കിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു ഫയൽ ആക്കിയിട്ട് സേവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് സേവ് ചെയ്യുമ്പോൾ സേവ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫയൽ നെയിം തൽക്കാലം നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ ഈ ഫയൽ സേവ് ചെയ്യാം. നമുക്ക് ഹലോ എന്ന് പേരുള്ള ഒരു ഫയലാക്കിയിട്ട് സേവ് ചെയ്യാം. hello.py സേവ് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ തിരിച്ച് പ്രോംപ്റ്റിനകത്തോട്ട് തന്നെ വരിക. അല്ലെങ്കിൽ ഇവിടുന്ന് ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇവിടുന്ന് കീബോർഡിനകത്ത് F5 എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റും, പ്രോംപ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ് മോഡിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ആ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അതെങ്ങനെയാണുള്ളത് നോക്കാം. നിങ്ങൾ വിൻഡോസിൽ കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെർമിനൽ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ സിംപ്ലി പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഐഡിയിൽ കണ്ട പോലെ തന്നെ ആ ഒരു ട്രിപ്പിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹലോ എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് മോഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഇൻട്രാക്റ്റീവ് മോഡ് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രോഗ്രാം ഓൾറെഡി നമ്മൾ നേരത്തെ hello.py എന്ന് പറഞ്ഞൊരു ഫയൽ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെസ്ക്ടോപ്പിൽ. സോ തൽക്കാലം നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് പോവാം. എന്നിട്ട് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, അതായത് പൈത്തൺ കമാൻഡ് ടൈപ്പ് ചെയ്യുക, പൈത്തണിലുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുക, ദെൻ ഫയൽ നെയിം സ്പെസിഫൈ ചെയ്യുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കാണാൻ പറ്റും.
ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ലിനക്സിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലിനക്സിൽ ടെർമിനൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ടെർമിനലിലും ഇതേ മെത്തേഡിൽ തന്നെയാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. ഒന്നെങ്കിൽ പൈത്തൺ എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻട്രാക്റ്റീവ് മോഡ് വരും. അതല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മോഡിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ടെർമിനലിൽ പൈത്തൺ നിങ്ങൾ ഫയൽ നെയിം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വലിയ വലിയ പ്രോഗ്രാമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് മോഡിൽ ചെയ്യുകയാണ് നല്ലത്. ചെറിയ ചെറിയ പ്രോഗ്രാം ചെയ്യാൻ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻട്രാക്റ്റീവ് മോഡിൽ ചെയ്യുകയാണ് നല്ലത്. ഇനി മൂന്നാമത്തെ മെത്തേഡിൽ നിങ്ങൾക്ക് ഒരു പൈത്തൺ പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വെബ് ബ്രൗസറിനകത്ത് ഓൺലൈൻ പൈത്തൺ ഇന്റർപ്രറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലിങ്ക് കിട്ടും. അതിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ലിങ്ക് തന്നെ യൂസ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു സാമ്പിൾ പ്രോഗ്രാം കോഡ് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ വെൽക്കം എന്നുള്ള മെസ്സേജ് തന്നെ പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് റൈറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മെസ്സേജും കൂടി പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് ഹായ് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വെൽക്കം പ്രിൻറ്റ് ചെയ്യും, ദെൻ ഹായ് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡിലാണ് നിങ്ങൾക്ക് ഒരു പൈത്തൺ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ കമാൻഡ് ലൈൻ മോഡിൽ നമ്മൾ ഓൾറെഡി കണ്ടു. കമാൻഡ് ലൈൻ മോഡിൽ നിങ്ങൾ ജസ്റ്റ് പൈത്തൺ എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു > സിമ്പിൾ വരും. ഇതാണ് കമാൻഡ് പ്രോംപ്റ്റ്, പൈത്തൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ഷെൽ എന്നും പറയും. ഇവിടെ പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് പ്രിൻറ്റ് 1+1, അതായത് 1+1 ടോട്ടൽ ചെയ്തിട്ട് അത് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൈത്തണിൽ ഒരു മെസ്സേജ് മോണിറ്ററിനകത്തോട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രിൻറ്റ്. സി പ്രോഗ്രാമിംഗ് പഠിച്ചവർ അറിയാൻ പറ്റും പ്രിന്റ് എഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അതിന് ഈക്വലന്റ് ആയിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ജസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി സ്ക്രിപ്റ്റ് മോഡിൽ ചെയ്യുന്നത് നിങ്ങൾ പ്രോഗ്രാമിനെ ഒരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഫയൽ ആക്കിയിട്ട് എന്ത് ചെയ്യും, സേവ് ചെയ്യും. ആ ഫയലിനെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വലിയൊരു ആപ്ലിക്കേഷൻ ഒക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ പ്രോഗ്രാമിനകത്തൊരു 50 അല്ലെങ്കിൽ 100 ലൈൻസ് ഓഫ് കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് മോഡിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. സാധാരണ നിങ്ങൾ സി പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫയൽ ആക്കി സേവ് ചെയ്തിട്ട്, അതായത് .py എന്നുള്ള എക്സ്റ്റൻഷനാണ് ഫയൽ സേവ് ചെയ്യുക. അതായത് ഫയൽ നെയിം .py അങ്ങനെയുള്ള ഒരു ഫയൽ സേവ് ആക്കിയിട്ട് ആ ഫയലിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളൊരു സ്ക്രിപ്റ്റ് ആദ്യം തയ്യാറാക്കും. ആ സ്ക്രിപ്റ്റാണ് പിന്നീട് പൈത്തൺ ഇന്റർപ്രറ്റർ യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് പൈത്തൺ. ദെൻ നിങ്ങളെ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ഫയലിനകത്ത് എന്താണോ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ സ്ക്രിപ്റ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വലിയ വലിയ ആപ്ലിക്കേഷനൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് മോഡിൽ ചെയ്യുകയാണ് നല്ലത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 50 അല്ലെങ്കിൽ 100 ലൈൻസ് ഓഫ് കോഡ് ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിനകത്ത് പ്രോഗ്രാം അത്രയും ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ്മെന്റ് എഴുതാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഫയലിനകത്ത് ടൈപ്പ് ചെയ്ത് അത് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് സ്ക്രിപ്റ്റ് മോഡ്. ഇനി പൈത്തൺ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് ആൻഡ് ടൈപ്സ്. നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ഒരു പ്രോഗ്രാമിനകത്ത് പല ടൈപ്സ് ഓഫ് വാല്യൂസ് വരാം. ഫോർ എക്സാമ്പിൾ ഒരു ഇൻറ്റിജർ ടൈപ്പ് വരാം, ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വരാം, ഒരു ക്യാരക്ടർ വരാം, ഒരു സ്ട്രിങ് വരാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്, അതായത് 2 എന്നുള്ളത് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള വാല്യൂ ആണ്. 2.5 എന്നുള്ളത് അതായത് ഡെസിമൽ പോയിന്റ് വരുന്ന വാല്യൂസ് ആണ്, അതിന് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ എന്നാണ് പറയാം. ദെൻ ഒരു സിംഗിൾ കോട്ടിനകത്ത് വാല്യൂനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ക്യാരക്ടർ എന്നാണ് പറയാം. ഇനി ഡബിൾ കോട്ടിനുള്ളിൽ നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് സ്ട്രിംഗ് എന്നാണ് പറയാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ ടൈപ്പും പൈത്തൺ പ്രോഗ്രാം അല്ലെങ്കിൽ പൈത്തൺ ഇന്റർപ്രറ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ടൈപ്പ് എന്നുള്ള ഫംഗ്ഷൻ. ടൈപ്പ് ഇപ്പോൾ ടൈപ്പ് ഓഫ് ബ്രാക്കറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ആണെന്നുള്ളത് പൈത്തൺ പറഞ്ഞു തരും. ആക്ച്വലി ഇത് പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സോ ടൈപ്പ് ഓഫ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ കോട്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ സ്ട്രിങ്. സോ അതിൻ്റെ ഔട്ട്പുട്ട് വരിക ടൈപ്പ് str മീൻസ് ഇറ്റ്സ് എ സ്ട്രിങ്. ദെൻ ടൈപ്പ് ഓഫ് 70 എന്ന് പറഞ്ഞാൽ 70 എന്നുള്ളൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ്. അങ്ങനെ എന്ത് ടൈപ്പ് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിനകത്ത് സേവ് ചെയ്യാൻ പറ്റും, വേരിയബിളിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. ഇനി പൈത്തൺ ഐഡന്റിഫയർ എന്താണെന്നുള്ളത്. ഐഡന്റിഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് വേരിയബിൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വേരിയബിളിന് കൊടുക്കുന്ന ഒരു പേരാണ് ഐഡന്റിഫയർ.
ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എ എന്നുള്ളത് വേരിയബിളിൻ്റെ പേരാണ്. ആ വേരിയബിളിൻ്റെ പേരിനെ പറയുന്ന പേരാണ് ഐഡൻറ്റിഫയർ. 10 എന്നുള്ളത് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ ഐഡൻറ്റിഫയർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആൻ ഐഡൻറ്റിഫയർ സ്റ്റാർട്ട്സ് വിത്ത് എ ലെറ്റർ എ ടു സെഡ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ എ മുതൽ സെഡ് വരെ അതിനകത്ത് യൂസ് ചെയ്യാം, സ്മോൾ ലെറ്റർ എ മുതൽ സെഡ് വരെ യൂസ് ചെയ്യാം, അണ്ടർസ്കോർ എന്നുള്ള ക്യാരക്ടർ യൂസ് ചെയ്യാം, ഫോളോഡ് ബൈ 0 ഓർ മോർ ലെറ്റേഴ്സ്, അണ്ടർസ്കോർസ് ആൻഡ് ഡിജിറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സം, നെയിം, ഏജ്, അണ്ടർസ്കോർ ഏജ്, ക്യാപിറ്റൽ ലെറ്റർ ഏജ്, നെയിം അണ്ടർസ്കോർ 1, നെയിം 0, ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ വേരിയബിൾ നെയിംസ് ആണ്. അപ്പോൾ ഇവിടെ ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. രണ്ടും പൈത്തൺ ഇന്റർപ്രറ്റർ രണ്ടും ഡിഫറെൻറ്റ് വേരിയബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ എന്ന് വെച്ചാൽ ആ വേർഡിനകത്ത് തന്നെ ഉണ്ട്, ആ വേരിയബിളിനകത്തുള്ള വാല്യൂ ചേഞ്ച് ആകാം, അതുകൊണ്ടാണ് വേരിയബിൾ എന്ന് പറയാൻ കാരണം. സോ എ വേരിയബിൾ ഈസ് എ നെയിം ദാറ്റ് റെഫേഴ്സ് ടു എ വാല്യൂ. വേരിയബിൾസ് ആർ ക്രിയേറ്റഡ് വെൻ ദേ ആർ അസൈൻഡ്. ആക്ച്വലി പൈത്തണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആണ്. അതായത് നിങ്ങൾ സി പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ളത് ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ആ എക്കകത്ത് ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഇനീഷ്യലി ഡിക്ലെയർ ചെയ്യേണ്ടി വരും, ഇൻറ്റ് എ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. പക്ഷേ പൈത്തണിൻ്റെ കേസിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിക്ലറേഷൻ ആവശ്യമേ വരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ഒരു വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എ എന്നുള്ളത് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള വേരിയബിൾ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അതിനകത്ത് 10 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്യും. സെയിം പ്രോഗ്രാമിനകത്ത് തന്നെ നിങ്ങൾക്ക് എ ഈക്വൽ ടു 10.5 എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് പൈത്തൺ ഒരു ഡൈനാമിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാരണം. ഇനി സെയിം പ്രോഗ്രാമിനകത്ത് തന്നെ നിങ്ങൾക്ക് എ ഈക്വൽ ടു ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം, അതേപോലെ തന്നെ ഒരു സ്ട്രിങ്ങും സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ഈക്വൽ ടു വാട്സപ്പ് ഡോക്ക്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ് ആണ് മെസ്സേജ് എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. എൻ ഈക്വൽ ടു 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ട് മാറും. പൈ ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ എന്നുള്ളത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വേരിയബിൾ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ വാല്യൂ അസൈൻ ചെയ്യുമ്പോഴാണ് അതിന് ടൈപ്പ് തീരുമാനിക്കുന്നത്. Then variable names. Variable names can be arbitrarily long. നിങ്ങൾക്കൊരു വേരിയബിൾ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര ക്യാരക്ടേഴ്സും അതിനകത്ത് വരാം. They can contain both letters and numbers, but they have to begin with a letter. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. നിങ്ങളൊരു വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. The underscore character can appear in a name. അണ്ടർസ്കോർ ഒരു വേരിയബിളിനുള്ളിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ ഈ കാണിച്ചിട്ടുള്ളതെല്ലാം ഇൻവാലിഡ് ആയിട്ടുള്ള സിൻടാക്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ 76 ത്രോംബോൺസ് ഈക്വൽ ടു ബിഗ് പരേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻവാലിഡ് സിൻടാക്സ് ആണ്, കാരണം 76 എന്നുള്ളൊരു നമ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വേരിയബിൾ നെയിം. അപ്പോൾ അതൊരു ഇൻവാലിഡ് സിൻടാക്സ് ആണ്. അതുപോലെ തന്നെ മോർ ഡോളർ ഈക്വൽ ടു സം വാല്യൂ. അപ്പോൾ ഇവിടെ മോർ ഡോളർ എന്നുള്ളത് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ്. സ്പെഷ്യൽ ക്യാരക്ടർ ഒരു വേരിയബിൾ നെയിമിൽ വരാൻ പാടില്ല. ദെൻ ക്ലാസ് ഈക്വൽ ടു കമ്പ്യൂട്ടർ സയൻസ് 101. അപ്പോൾ ഇവിടെ ക്ലാസ് എന്നുള്ളൊരു വേരിയബിൾ ആണ്, പക്ഷേ ഇത് ഇൻവാലിഡ് സിൻടാക്സ് ആണ്. കാരണം ക്ലാസ് എന്നുള്ളത് ഓൾറെഡി ഒരു കീവേഡ് ആണ്. അതായത് പൈത്തണിൻ്റെ ഇന്റർപ്രറ്ററിൽ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ക്ലാസ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേരിയബിൾ നെയിം ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഇൻവാലിഡ് സിൻടാക്സിന് അല്ലെങ്കിൽ ഇൻവാലിഡ് വേരിയബിൾ നെയിം ഡിക്ലറേഷന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് കീവേഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. കീവേഡ്സ് ഡിഫൈൻ ദ ലാംഗ്വേജസ് റൂൾ ആൻഡ് സ്ട്രക്ചർ ആൻഡ് ദേ കനോട്ട് ബി യൂസ്ഡ് ആസ് എ വേരിയബിൾ നെയിം. അതായത് ആക്ച്വലി കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ്. അത് പൈത്തണിൻ്റെ ഇന്റർപ്രറ്ററിനകത്ത് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കമ്പൈലറിനകത്തും ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സിന് പറയുന്ന പേരാണ് കീവേഡ്സ്. പൈത്തണിൽ അങ്ങനെ 29 കീവേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ കീവേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാ കീവേഡ്സും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി പിന്നീട് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ എഴുതുന്ന ഓരോ ലൈനും ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്,
പ്രിന്റ് വെൽക്കം ടു പൈത്തൺ പ്രോഗ്രാമിംഗ്. ഒരു മെസ്സേജ് മോണിറ്ററിനകത്തോട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് പ്രിന്റ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏജ് ഈക്വൽ ടു 25, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഏജ് എന്നുള്ള വേരിയബിളിനകത്ത് 25 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എച്ച് ഈക്വൽ ടു ഹലോ, അപ്പോൾ ഹലോ എന്നുള്ള സ്ട്രിങ് എച്ച് എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അഗെയിൻ പ്രൈസ് ഈക്വൽ ടു 25.5, അനദർ വേരിയബിൾ നെയിം. The next topic, operators and operands. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾസ്, അതായത് പ്ലസ്, മൈനസ്, ഡിവിഷന്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഓപ്പറേറ്റർ, അങ്ങനെ പല ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. So operators are special symbols that represent computations like addition and multiplication. The values the operator uses are called operands. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 20 + 32. അപ്പോൾ ഇവിടെ 20ഉം 32ഉം ഓപ്പറൻസ് ആണ്, പ്ലസ് ഓപ്പറേറ്റർ ആണ്. ഹവർ -1, ഹവർ എന്നുള്ളത് ഓപ്പറൻ്റ് ആണ്, 1ഉം ഓപ്പറൻ്റ് ആണ്, മൈനസ് എന്നുള്ളത് ഓപ്പറേറ്റർ ആണ്. ഇവിടെ 5*2 എന്ന് പറഞ്ഞാൽ 5^2 ആണ്, പവർ ആണത്. 5^2. പൈത്തണിൽ ഡബിൾ സ്റ്റാർ ആണ് യൂസ് ചെയ്യുക റേസ് ടു കാണാൻ. സോ 5^2. ഇപ്പോൾ റേസ് ടു ഡബിൾ സ്റ്റാർ എന്താണ്? ഓപ്പറേറ്റർ ആണ്. 5ഉം 2ഉം ഓപ്പറൻ്റ് ആണ്. ഇനി നിങ്ങൾക്കൊരു പ്രോഗ്രാമിനകത്ത് മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പ്രിഫറൻസ് ഉണ്ട്. അതായത് ഓപ്പറേറ്ററിന് ഒരു പ്രിഫറൻസ് ഉണ്ട്. അതാണ് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് പെംദാസ് എന്നുള്ള കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് പെംദാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ പരാന്തസിസ്, ഇ എക്സ്പോണന്റ്, എം മൾട്ടിപ്ലിക്കേഷൻ, ഡി ഡിവിഷൻ, ദെൻ അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡറിലാണ് ഇതിന് പ്രിഫറൻസ് പോകുന്നത്. അതായത് പ്രിഫറൻസ് ഏറ്റവും കൂടുതൽ പരാന്തസിസിനാണ്, ദെൻ എക്സ്പോണന്റിന്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ പരാന്തസിസിനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 2 × 3 - 1. അപ്പോൾ ഇവിടെ പരാന്തസിസിനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. 3 - 1 എന്ന് പറഞ്ഞാൽ 2. സോ 2 × 2 ആണ് കാണുക, അല്ലാണ്ട് 2 × 3 അല്ല ഫസ്റ്റ് കാണൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ 1 + 1 raised to 5 - 2. അപ്പോൾ പരാന്തസിസിനാണ് പ്രയോറിറ്റി കൂടുതൽ എന്ന് പറഞ്ഞു. സോ 1 + 1 കാണും. 1 + 1 എന്ന് പറഞ്ഞാൽ 2, ദെൻ 5 - 2 കാണും, അതായത് 3. സോ 2 raised to 3 ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. ദെൻ ഇവിടെ എക്സ്പോണന്റിനാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. സോ 2 raised to 1, ദാറ്റ് ഈസ് 2, + 1 ചെയ്യും, ദാറ്റ് ഈസ് 3. അല്ലാണ്ട് 1 + 1 അല്ല ആദ്യം ചെയ്യുക. സോ ഇൻ ദിസ് കേസ് 1 raised to 3 ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 1 raised to 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 3 × 1, ദാറ്റ് ഈസ് 3. ദെൻ 2 × 3 - 1. അപ്പോൾ ഫസ്റ്റ് 2 × 3 ആണ് ഫസ്റ്റ് കാണുക, അതായത് 6. 6 - 1, 5. ഇവിടെ ഈ ഒരു കേസിൽ ഡിവിഷനാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. സോ 2/3 ഫസ്റ്റ് കാണും. 2/3 - 1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ -0.33 ആണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രിങ് ഓപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കോട്ടിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് സ്ട്രിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 3 സ്ട്രിങ് ഉണ്ട്, str1, str2, str3. str1നകത്ത് പൈത്തൺ എന്നുള്ള സ്ട്രിങ് ഉണ്ട്, str2നകത്ത് കോഡ് എന്നുള്ള സ്ട്രിങ് ഉണ്ട്, str3കകത്ത് ലേണർ എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ട്. ഇനി ഗ്രീറ്റിംഗ് ഈക്വൽ ടു ഹലോ എന്നുള്ള ഒരു സ്ട്രിങ് ഉണ്ട്, ദെൻ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഹലോ എന്നുള്ള സ്പേസ് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിൻ്റെ കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഹലോ എന്നുള്ള സ്ട്രിങ് ഉണ്ട്, അതിനോട് കൂടെ str1നകത്തുള്ള വാല്യൂ അപ്പൻഡ് ചെയ്യും. str1നകത്ത് എന്താണുള്ളത്? പൈത്തൺ എന്നുണ്ട്. സോ ഹലോ പൈത്തൺ കോഡ് ലേണർ. അപ്പോൾ ഇതെല്ലാം കൂടിയും കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുക. സോ ഹലോ പൈത്തൺ കോഡ് ലേണർ. നിങ്ങൾക്ക് പ്ലസിന് പകരം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോമയും യൂസ് ചെയ്യാം. രണ്ടും ഒരേ പർപ്പസ് തന്നെയാണ്, കോൺകാറ്റിനേഷൻ തന്നെയാണ്, കോമയും യൂസ് ചെയ്യാം. സോ ഹലോ str1, str2, str3. ഇതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹലോ × 3 എന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഇത് പോസിബിൾ അല്ല. സോ ഹലോ × 3 ചെയ്ത് കഴിഞ്ഞാൽ ഹലോ 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 എന്ന് 3 പ്രാവശ്യം എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. ദെൻ പൈത്തണിനകത്ത് കമന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാഷ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. ഹാഷ് സിമ്പിൾ
ഹാഷ് സിമ്പൽ നിങ്ങൾ സി പ്രോഗ്രാം ആണെങ്കിൽ /* യൂസ് ചെയ്യും, അല്ലെങ്കിൽ // യൂസ് ചെയ്യും. ഇവിടെ ഹാഷ് സിമ്പലാണ് യൂസ് ചെയ്യുക. ആക്ച്വലി കമൻറ്റിങ് ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമറിന് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് മീൻ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പ്രോഗ്രാം കോഡ് എഴുതി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസിൽ എഴുതാനും വേണ്ടിയാണ് കമൻറ്റിങ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഹാഷ് വെച്ചിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ ആ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യും. ഓക്കെ, അതാണ് കമൻറ്റിൻ്റെ പ്രത്യേകത. ഇനി പൈത്തനകത്ത് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇൻഡൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൈത്തൺ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡൻറ്റേഷൻ കൊടുക്കൽ മസ്റ്റാണ്. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടാബ് സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സി പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ കേളി ബ്രാക്കറ്റിനുള്ളിലാണ് ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാറ്. പക്ഷേ ഇവിടെ ഇൻഡൻറ്റേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുക. ഇൻഡൻറ്റേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമൻറ്റിംഗ് ആണ്, അത് ഇൻ്റർപ്രറ്റർ സ്കിപ്പ് ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സൈറ്റ് =GFG. അപ്പോൾ ഈ GFG എന്നുള്ള വാല്യൂ സൈറ്റ് എന്നുള്ള വേരിയബിളിനകത്താണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ if സൈറ്റ് =GFG ആണെങ്കിൽ അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ മെസ്സേജ് മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇത് ആണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൽസിലോട്ട് വരും അല്ലേ. അപ്പോൾ ഇവിടെ ഇത് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരു ടാബ് സ്പേസ് കൊടുക്കണം. അല്ലാണ്ട് ഈ ഈഫിൻ്റെ നേരെ താഴെ ഈ പ്രിൻ്റ് എഴുതി കഴിഞ്ഞാൽ കമ്പൈലേഷനിൽ എറർ കാണിക്കും. അതല്ലെങ്കിൽ എൽസ് പോർഷനിൽ എന്ത് ചെയ്യും, ഹായ് എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. ഇത് രണ്ടും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഹായ് വർക്ക് ചെയ്യും. അതിനുശേഷം ഓൾ സെറ്റ് എന്നുള്ള മെസ്സേജും പ്രിൻ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുക. അപ്പോൾ ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടാബ് സ്പേസ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര ടാബ് സ്പേസ് വേണമെങ്കിലും ഇങ്ങനെ നെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ if സൈറ്റ് =GFG ആണെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് ഇതിനുള്ളിൽ ഒരു if കണ്ടീഷൻ എഴുതാം, എഗെയിൻ അതിനുള്ളിൽ വീണ്ടും if കണ്ടീഷൻ എഴുതാം. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കോഡ് ബ്ലോക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റും. ഇനി പൈത്തനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻ അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട്. നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ ഓൾറെഡി പറഞ്ഞു, അതായത് മോണിറ്ററിനകത്ത് വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പൈത്തനകത്ത് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്, രണ്ട് ഫംഗ്ഷനാണ്. ഒന്ന് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട്. ഇനി മോണിറ്ററിനകത്തോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രിന്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കീബോർഡിൽ നിന്നൊരു വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റീഡ് ചെയ്യുന്ന വാല്യൂ പല ടൈപ്പ് വാല്യൂസും റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻറ്റിജർ വാല്യൂ റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂ ഒരു ക്യാരക്ടർ ആയിട്ടാണ് റീഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് ഓഫ് എൻ്റർ നെയിം. അപ്പോൾ ഇവിടെ നെയിം എന്നുള്ളത് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അത് അതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഈ നെയിം എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്തോളൂ. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏജ് = ഇവിടെ ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് ഓഫ് എൻ്റർ ഏജ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോണിറ്ററിനകത്ത് എൻ്റർ ഏജ് എന്നുള്ള മെസ്സേജ് വരും ചെയ്യും. കീബോർഡിൽ നിന്നൊരു വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്രോംപ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഒരു ഏജ് നോർമലി യൂസർ ഇൻപുട്ട് ചെയ്യും. ആ ഇൻപുട്ട് ചെയ്യുന്ന ഏജ് നോർമലി ഒരു ക്യാരക്ടർ ആയിട്ടാണ് റീഡ് ആവുക. അതിനെ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇൻറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊരു പൈത്തൺ 3.x വേർഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വേർഷനാണ് പൈത്തൺ വരുന്നത്, 2.x ഉണ്ട് 3.x ഉണ്ട്. 3.x വേർഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 2.x ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ raw_input എന്നുള്ള ഫംഗ്ഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഏതാണോ നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ പ്രോഗ്രാം കോഡ് എഴുതുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം 3.x വേർഷനെ ബേസ് ചെയ്തിട്ടുള്ള കോഡാണ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു 3 പ്രോഗ്രാമാണ് ചെയ്തു നോക്കാനുള്ളത്. റൈറ്റ് എ പ്രോഗ്രാം ടു ഫെമിലിയറൈസ് ദ ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ യൂസിങ് 2 or 3 വേരിയബിൾസ്. Then write a program to find the value of a plus b whole square. Write a program to evaluate the expression n into n minus 1/2. ഈ 3 എക്സാമ്പിൾ ഒന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു പെർഫോം ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഓൺലൈൻ
പൈത്തൺ ഇൻ്റർപ്രറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലിങ്ക് കിട്ടും. അതിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇതിനകത്തൊരു സാമ്പിൾ കോഡ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ വേരിയബിൾസ് വേണം. സോ num1 ഈക്വൽ ടു തൽക്കാലം വാല്യൂ ഡയറക്റ്റ് കൊടുക്കുകയാണ് 10, num2 ഈക്വൽ ടു 2 വേരിയബിൾ 20. ദെൻ റിസൾട്ട് കാണണം. റിസൾട്ട് ഈക്വൽ ടു num1 പ്ലസ് num2. ദെൻ ആ റിസൾട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. സോ പ്രിൻ്റ് the sum of two numbers is, അതിൻ്റെ കൂടെ റിസൾട്ട് എന്നുള്ള വേരിയബിളിനകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അതാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഡബിൾ കോട്ട് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ വേരിയബിൾ പറഞ്ഞു കൊടുക്കുക. ഒന്നുകിൽ കോമ കൊടുക്കാം അല്ലെങ്കിൽ പ്ലസ് കൊടുക്കാം, രണ്ടും വർക്ക് ചെയ്യും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് കാണാൻ പറ്റും. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 30. ആ 10ഉം 20ഉം ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാമിനകത്ത് തന്നെ വാല്യൂ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് പകരമായിട്ട് നമുക്ക് യൂസർ എടുത്തുന്ന വാല്യൂ റീഡ് ചെയ്യുന്ന രീതിയിലാക്കാം. അപ്പോൾ യൂസർ എടുത്തുന്ന വാല്യൂ റീഡ് ചെയ്യണമെന്നെങ്കിൽ ഇൻപുട്ട് എന്നുള്ളൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക, ഇൻപുട്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിൽ നിന്ന് ഒരു നമ്പർ ഒരു വാല്യൂ റീഡ് ചെയ്യും, അതിനെ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പുറത്ത് എന്ത് ചെയ്യുക, ഒരു ഇൻറ്റ് ഓഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടി കൊടുക്കുക. ഇപ്പോൾ കീബോർഡിൽ നിന്ന് ഒരു നമ്പർ റീഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യും. ആ റീഡ് ചെയ്തതിനെ എന്ത് ചെയ്യും, ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ റീഡ് ചെയ്തത് ഒരു നമ്പറായിട്ട് മാറും. അത് num1 എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ നമ്പറും റീഡ് ചെയ്യാം. അപ്പോൾ ഇനി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യും. സോ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ സിസ്റ്റം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് എന്തിനാണ് വെയിറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയില്ല. ആക്ച്വലി ഇത് കീബോർഡിൽ നിന്നൊരു വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഇൻപുട്ട് മെത്തേഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ നോർമലി യൂസർ എന്ത് ചെയ്യും, 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യും. സോ 10 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 എന്നുള്ളത് num1 റീഡ് ചെയ്യും. അഗെയിൻ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അടുത്ത നമ്പറിന് വേണ്ടിയിട്ട്. സോ നമ്മൾ അടുത്ത നമ്പർ ഇൻപുട്ട് ചെയ്യാം, 20 ഇൻപുട്ട് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ 10ഉം 20ഉം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് എന്തിനാണ് വെയിറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനാണ് നിങ്ങൾ ഇൻപുട്ടിനുള്ളിൽ എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. യൂസറോട് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചു നോക്കുക. റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ എന്നൊരു മെസ്സേജ് വന്നു. സോ നോർമലി യൂസർ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യും. എൻ്റർ ദ സെക്കൻഡ് നമ്പർ എന്നിട്ട് അടുത്ത നമ്പർ ഇൻപുട്ട് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 30 ഇൻപുട്ട് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദി സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 40. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ ബാക്കിയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും കൂടി പെർഫോം ചെയ്യാം. തൽക്കാലം ഞാൻ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. സോ ഡിഫറൻസ് കാണാൻ num-2, num1 മൈനസ് num2. ദെൻ മൾട്ടിപ്ലിക്കേഷന് num1 ഇൻറ്റു num2. സ്റ്റാർ ആണ് സാധാരണ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുക. ദെൻ ഡിവിഷന് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ഇവിടെ എല്ലാം സം ഓഫ് ആണ്. സോ ഹിയർ ഡിഫറൻസ് മൾട്ടിപ്ലിക്കേഷൻ ദെൻ ഡിവിഷൻ. എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 10, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20. The sum of two numbers is 30. The difference of two numbers is -10. The multiplication of two numbers is 200. The division of two numbers is 0.5. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന് a+b² ഇവാലുവേറ്റ് ചെയ്യാനാണ്. a+b² ഇവാലുവേറ്റ് ചെയ്യാനാണ്. അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എ ഫസ്റ്റ് റീഡ് ചെയ്യണം. സോ എ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ്, ഇതാണ് കീബോർഡിൽ നിന്നൊരു വാല്യൂ റീഡ് ചെയ്യാനുള്ള മെത്തേഡ്. എൻ്റർ ദ വാല്യൂ ഫോർ എ. ഇപ്പോൾ യൂസർ ഈ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ യൂസർ എക്ക് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. ഇതേപോലെ ബി ഈക്വൽ ടു, ഇതിന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എൻ്റർ ദ വാല്യൂ ഫോർ ബി. സോ എയും ബിയും റീഡായി. നമുക്ക് a+b² ആണ് കാണേണ്ടത്. സോ റിസൾട്ട് ഈക്വൽ ടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാൻ, ഞാൻ തൽക്കാലം റിസൾട്ട് എന്ന് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. a+b² ആണ് കാണേണ്ടത്. സോ **2 a+b². ഒന്നുകിൽ ഇങ്ങനെ എഴുതാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ എഴുതാം, a² + b² + 2ab എന്നുള്ള ഇക്വേഷൻ എഴുതാം. ഇനി ആ റിസൾട്ട് പ്രിന്റ് ചെയ്യണം. സോ പ്രിന്റ് റിസൾട്ട് ഈസ് റിസൾട്ട് എന്നുള്ള വേരിയബിളിനകത്തുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ വാല്യൂ ഫോർ എ 2 കൊടുക്കാം, എൻ്റർ ദ വാല്യൂ ഫോർ ബി 3 കൊടുക്കാം. സോ a + b ഹോൾ സ്ക്വയർ, അതായത് 2 + 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5² 5² എന്ന് പറഞ്ഞാൽ 25. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു ഇവാലുവേറ്റ് n × n-1/2 ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള വേരിയബിൾ n ആണ്. സോ n = int ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ വാല്യൂ ഫോർ n. n ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യണം. റിസൾട്ട് = n × n-1/2 ഇതാണ് കാണേണ്ടത്. സോ അത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് the result is enter the value for n. നമുക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ 5 × 5 - 1/2. സോ 5 - 1 ആണ് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് 4. സോ 5 × 4 20/2 കാണും. ഇതാണ് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.